ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 UPSC നടത്താനിരിക്കുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, എന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ആരാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, എത്ര സ്റ്റേജസ് ആണ് എക്സാമിനുള്ളത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, എത്ര അറ്റംപ്റ്റ്സ് ആണ് ഓരോരുത്തർക്കും ഉള്ളത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കംപ്ലീറ്റ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ CSATന്റെയും പൊളിറ്റിയുടെയും ക്ലാസ്സസും അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ നോട്ട്സും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എനിക്ക് വാട്സപ്പിൽ ഒരു പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, UPSC ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് എന്ത് നമ്മുടെ CSE എക്സാമിനേഷൻ, സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. UPSC എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണല്ലേ. ഓക്കെ, നമുക്ക് പൊളിറ്റിയിൽ അത് പഠിക്കാനുണ്ട്. ഓക്കെ, അതൊന്നും നോക്കണ്ട. എന്താണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ? എല്ലാ വർഷവും ഒരു തവണയാണ് നടക്കുന്നത്. അത് കണ്ടക്ട് ചെയ്യുന്നത് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഈ എക്സാമിന് 3 സ്റ്റേജസ് ആണുള്ളത്. 1 പ്രിലിമിനറി എക്സാമിനേഷൻ, 2 മെയിൻസ് എക്സാമിനേഷൻ, 3 ഇന്റർവ്യൂ. ഓക്കെ, പ്രിലിമിനറി എക്സാമിനേഷന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രിലിമിനറി എക്സാമിനേഷന് എന്താണ്, 2 പേപ്പറാണുള്ളത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ഇതിലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൽ എന്താണ്, 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. 200 മാർക്കിലാണ്. ഓക്കെ, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കാണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒരു ക്വസ്റ്റ്യൻ എന്താണ് 2 മാർക്ക് വീതം. 2 മണിക്കൂറാണ് പരീക്ഷ നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട്. നമുക്ക് തെറ്റായിട്ടുള്ള ആൻസറിന് എന്താണ് 0.66 മാർക്ക് എന്താണ് നെഗറ്റീവ് ആയിട്ട് പോകും. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. GS പേപ്പർ 1ൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 200 മാർക്കിലാണ് എക്സാം നടത്തപ്പെടുന്നത്. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് GS പേപ്പർ 1ന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കാം. 1 കറണ്ട് അഫയേഴ്സ്, 2 പൊളിറ്റി ആൻഡ് ഗവേണൻസ്, 3 ഹിസ്റ്ററി, 4 ജോഗ്രഫി, 5 എക്കണോമിക്സ്, 6 എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, 7 സയൻസ് ആൻഡ് ടെക്നോളജി. കൂടാതെ നമ്മൾ എന്ത് പഠിക്കണം, IR, IS അതായത് ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്റേണൽ സെക്യൂരിറ്റി പോലുള്ള സബ്ജക്ട്സും പഠിക്കണം. അത് എന്ത് ചെയ്താൽ മതി, കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചാൽ മതിയാവും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. അതേതാണ്, CSAT അല്ലേ. ഓക്കെ, CSAT ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. അതായത് 33% മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ CSAT പാസ്സാവും. 33% മാർക്ക്. 200ലെ 33% എന്ന് പറയുന്നത് എത്രയാണ്, 66 ആണ് അല്ലെ. അതായത് 200ല് 66 മാർക്ക് മേടിച്ചാൽ എന്താണ്, നമ്മൾ CSATന്റെ എക്സാം പാസ്സാവും. അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് CSATൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതാണ് എന്ത് CSATന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം GS പേപ്പർ 1ലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, കറണ്ട് അഫയേഴ്സ്, പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, സയൻസ് ആൻഡ് ടെക്നോളജി. പിന്നെ ബാക്കിയുള്ള നമുക്ക് മെയിൻസിന് വേണ്ടി പഠിക്കാനുള്ള ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കണം. അതിൽ വേൾഡ് ഹിസ്റ്ററിയും എത്തിക്സും എന്ത് വേണ്ട, പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യം ഇല്ല. ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വെക്കുക. നോക്കി വെക്കുക എന്നല്ല, നല്ല രീതിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ പ്രിലിംസിനാണേലും മെയിൻസിനാണേലും പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, NCERTന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഓരോ കോൺസെപ്റ്റും എന്താണ് NCERTയിൽ നിന്ന് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ എന്താവും, നമുക്ക് കറക്റ്റ് മനസ്സിലാവും. സോ ബേസിക്സ് ക്ലിയർ അല്ല എന്നുള്ള എല്ലാ സബ്ജക്ട്സിനും എന്താണ് NCERT പഠിക്കുക. ഓക്കെ, ഇനി ബേസിക്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, ആ NCERT സ്കിപ്പ് ക്ലിയർ അല്ല എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, NCERTs പഠിക്കുക. ഓക്കെ, നമ്മൾ GS പേപ്പർ 2ന്റെ കാര്യം പറഞ്ഞില്ല. GS പേപ്പർ 2ല് നമുക്ക് 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 200 മാർക്കിലാണ് എക്സാം വരുന്നത്. അതും എന്താണ് 2 മണിക്കൂറാണ് എക്സാം വരുന്നത്. കൂടാതെ എന്താണ് 0.83 മാർക്സ് എന്താണ് നെഗറ്റീവും ഉണ്ട്. ഓരോ കറക്റ്റ് നമ്മൾ തെറ്റായിട്ടുള്ള ആൻസറിനും എന്താണ് 0.83 മാർക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, GS പേപ്പർ 1 എന്താണ് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 200 മാർക്കിലാണ് 2 മണിക്കൂറാണ് പരീക്ഷ നടത്തപ്പെടുന്നത്.
ഇനി GS പേപ്പർ 2 80 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 200 മാർക്കാണുള്ളത്, 2 മണിക്കൂറാണ് പരീക്ഷ നടത്തപ്പെടുന്നത്. കൂടാതെ എന്താണ്, GS പേപ്പർ 2 ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള എക്സാം ആണ്. അതായത് 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്താവും, നമ്മൾ GS പേപ്പർ 2 പാസ്സാവും. അതിന് വേണ്ടിയിട്ട് എന്താണ് 27 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി, തെറ്റില്ലാണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. വേറെ നെഗറ്റീവ് ഒന്നും വരാൻ പാടില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് CSAT ഈസി ആയിട്ട് പാസ്സാവാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് എക്സാമിനേഷനിൽ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ക്വാളിഫയിങ് പേപ്പർ. ഇതെന്താണ്, പേപ്പർ എ പേപ്പർ ബി എന്ന് പറഞ്ഞിട്ട് 2 പേപ്പർ ആണുള്ളത്. പേപ്പർ എ എന്താണ്, ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ്, അതെന്താണ് നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. മലയാളം വേണമെങ്കിൽ മലയാളം, ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി, ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ട്. അത് 3 മണിക്കൂറായിരിക്കും അതിന്റെ എക്സാം. അതെന്താണ് 300 മാർക്കിലാണ് എക്സാം നടത്തപ്പെടുന്നത്. ഇതെന്താണ് ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. 25% മാർക്ക് മതി എന്താവാനായിട്ട്, ഈ ക്വാളിഫയിങ് പേപ്പർ ക്വാളിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി പേപ്പർ ബി, ഇതെന്താണ് ഇംഗ്ലീഷ് ആണ്. ഇതും എന്താണ് 3 മണിക്കൂറായിരിക്കും എക്സാം വരുന്നത്. ഇതും എന്താണ് 300 മാർക്കിലാണ് എക്സാം നടത്തപ്പെടുന്നത്. അതായത് ക്വാളിഫയിങ് പേപ്പർ എന്താണ് 3 മണിക്കൂറിലാണ്, 2 പേപ്പേഴ്സും പേപ്പർ എയും പേപ്പർ ബിയും എന്താണ് 3 മണിക്കൂറിലാണ് എക്സാം വരുന്നത്. അതുപോലെ 300 മാർക്കിലാണ് എക്സാം ഉള്ളത്. പിന്നെ എന്താണ് ഇതില്, അതായത് ക്വാളിഫയിങ് പേപ്പർ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര മാർക്ക് വേണം, 25% മാർക്ക് മതിയാവും. ഇനി ബാക്കിയുള്ള പേപ്പറിലേക്ക് നോക്കാം. പേപ്പർ 1 അതേതാണ്, എസ് എ ആണ്. അത് 3 മണിക്കൂറാണ്. നമ്മുടെ GS പേപ്പറിലെ സബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അത് 3 മണിക്കൂറായിരിക്കും എക്സാം വരുന്നത്. 250 മാർക്കിലാണ് ഒരു എസ് എ നമുക്ക് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, ഇപ്പൊ പേപ്പർ 1 ഏതാണ്, എസ് എ ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യം എല്ലാ ഒരു എന്താ പറയാ ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് എന്ത് ചെയ്യുക, എസ് എസ് എഴുതി നോക്കുക. ഒരാഴ്ചയിൽ ഒരു 2 എസ് എ വീതമെങ്കിലും എന്ത് ചെയ്യുക, എഴുതി നോക്കുക. ഓക്കെ, എക്സാമിന് മുന്നേ ഒരു ഏറ്റവും കുറഞ്ഞതൊരു 10-25 എസ് എങ്കിലും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം പോയിട്ട് മെയിൻസ് എക്സാമിനേഷൻ എഴുതുക. അതിന് മുന്നേ എന്ത് ചെയ്യണം, പ്രിലിംസ് ക്ലിയർ ചെയ്യണം. ഇനി അടുത്തതാണ് മെറിറ്റ് റാങ്കിങ് പേപ്പേഴ്സ്. അതിൽ എന്താ വരും, എസ് എ വരും. ഇത് ക്വാളിഫയിങ് പേപ്പർ ആണ്. ഇതെന്താണ്, ഇത് ഞാൻ പറയാൻ മറന്നുപോയി. ഇതെന്താണ് മെറിറ്റ് കമ്പ്യൂട്ടേഷനിൽ ഇതിന്റെ മാർക്ക് നോക്കത്തില്ല. ബാക്കിയുള്ള പേപ്പറുകളുടെ, മെയിൻസിലെ ബാക്കിയുള്ള പേപ്പറുകളുടെ മാർക്ക് മാത്രമേ നോക്കത്തുള്ളൂ. പ്രിലിംസിന്റെ മാർക്ക് നോക്കുകയില്ല. മെയിൻസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂവിന്റെയും മാർക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ റാങ്ക് അവർ നിശ്ചയിക്കുക. ഓക്കെ, അപ്പൊ പേപ്പർ 1 എസ് എ എന്ത് ചെയ്യുക, എസ് എ എന്താണ് മെറിറ്റ് കമ്പ്യൂട്ടേഷന് കണക്കാക്കുന്ന മീൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ ആണ്. സോ എന്ത് ചെയ്യുക, അതൊരു 3 മണിക്കൂറിന്റെ എക്സാം ആണ്. 250 മാർക്കിലാണ് ടോട്ടൽ വരുന്നത്. എസ് ഐക്ക് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്ത പേപ്പർ ആണ് ജനറൽ സ്റ്റഡീസ് 1, GS പേപ്പർ 1 എന്ന് പറയുന്നത്. അതെന്താണ്, അതും എന്താണ് 3 മണിക്കൂറിലാണ് 250 മാർക്കിലാണ് എക്സാം വരുന്നത്. GS പേപ്പർ 1 ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്, ഇന്ത്യൻ സൊസൈറ്റി, ജോഗ്രഫി, പിന്നെ ഏതാണ് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് GS പേപ്പർ 1 പഠിക്കാനായിട്ട് വരുന്നത്. ഇനി അടുത്തതാണ് GS പേപ്പർ 2, അതായത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ഇതും എന്താണ് 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. 250 മാർക്കിലാണ് എക്സാം വരുന്നത്. ഇവിടെ നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്, പൊളിറ്റി, അതുപോലെ പിന്നെ ഏതാണ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഗവേണൻസ്. ഇത് 3 നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 പഠിക്കാനായിട്ട് വരുന്നത്. പൊളിറ്റിയിൽ തന്നെ സോഷ്യൽ ജസ്റ്റിസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ അല്ലാണ്ട് പറയുവാണെങ്കിൽ ഇതിലെന്താണ് 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്, പൊളിറ്റി, ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഗവേണൻസ്. ഓക്കെ, ഇനി അടുത്ത പേപ്പർ ആണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3. പേപ്പർ 3 ഏതാണ്, പേപ്പർ 3യും ഒരു 3 മണിക്കൂർ നടത്തപ്പെടുന്ന എക്സാം ആണ്. 250 മാർക്കാണ് വരുന്നത്. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പേപ്പർ 3 പഠിക്കാനായിട്ടുള്ളത്, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, എക്കണോമി, ഇന്റർണൽ സെക്യൂരിറ്റി മുതലായ സബ്ജക്ട്സ് ആണ് നമുക്ക് എവിടെയുള്ളത്, നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പഠിക്കാനായിട്ട് വരുന്നത്. ഇനി അടുത്തതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. ഓക്കെ, ഇതിലെന്താണ്, ഇത് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതും എന്താണ് ഒരു 3 മണിക്കൂറുള്ള എക്സാം ആണ്. അതുപോലെ തന്നെ ഇതിനും എന്താണ് 250 മാർക്കാണ്. അപ്പൊ എന്താണ് GS പേപ്പർ 1, 2, 3, 4 വെച്ചിട്ട് തന്നെ നമുക്ക് എന്താണ് 1000 മാർക്കിലാണ് ടോട്ടൽ GS പേപ്പറിന്റെ എക്സാം നടക്കുന്നത്. ഇനി 2 പേപ്പർ കൂടി മെയിൻസിലുണ്ട്. അതേതാണ്, ഒന്ന് പേപ്പർ ഓപ്ഷണൽ പേപ്പർ 1, 2 ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 2. അതായത് നമുക്ക് ഓപ്ഷണൽ, നമ്മൾ ഏതാണോ ഓപ്ഷണൽ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും എക്സാം. അങ്ങനെ എന്താണ് ടോട്ടൽ നമുക്ക്
1, 2, 3, 4, 5, 6, 7 പേപ്പറാണ് മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് മെയിൻസിലുള്ളത്. അതുകൂടാതെ ക്വാളിഫയിങ് പേപ്പേഴ്സ് ആയ പേപ്പർ എ പേപ്പർ ബി എന്ന് പറഞ്ഞിട്ട് 2 പേപ്പറും കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും എക്സാംസ് ആണ് എന്ത് വരുന്നത് മെയിൻസിൽ ഉള്ളത്. പ്രിലിംസിൽ ഏതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 അങ്ങനെ 2 പേപ്പറാണ് ഉള്ളത്. ഓക്കെ, മെയിൻസിൽ എന്തുണ്ട് ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട് പേപ്പർ എ ആൻഡ് പേപ്പർ ബി. പിന്നെ ഏതാണ് മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട് പേപ്പർ അതായത് എസ് എ പേപ്പർ ഉണ്ട്, അതുപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ഉണ്ട്, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. കൂടാതെ ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 1 ആൻഡ് ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 2. ഇത്രയും എക്സാംസ് ആണ് നമുക്ക് മെയിൻസിൽ ഉള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഗൈഡൻസും അതുപോലെ തന്നെ എന്താണ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സി സാറ്റിന്റെയും പിന്നെ ഏതാണ് പൊളിറ്റിയുടെയും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ വീണ്ടും ആ സബ്ജക്ട്സ് ഒന്നുകൂടി പറയാം. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത് ഇന്ത്യൻ സൊസൈറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഏതൊക്കെയാണുള്ളത് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ, എക്കണോമിക്സ്, ഇന്റേണൽ സെക്യൂരിറ്റി, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ഓപ്ഷണൽ അറിയാലോ 2 പേപ്പർ ആണുള്ളത് ഓപ്ഷണൽ പേപ്പർ 1 ആൻഡ് ഓപ്ഷണൽ പേപ്പർ 2. പിന്നെ ഞാൻ അടുത്തത് എന്താണ് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് എന്താണ് 21 to 32 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് 21 വയസ്സ് വേണം ജനറൽ കാറ്റഗറി എന്നല്ല, ഏത് കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും ഏജ് അതായത് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ 21 വയസ്സ് ആവണം. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് 32 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഒരു OBC കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ 21 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാനായിട്ട് സാധിക്കും. കൂടാതെ SC/ST കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ 21 to 37 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇനി പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഈ ഒരു കാറ്റഗറി വരുന്ന കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ എങ്കിൽ 21 to 42 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഒന്നുകൂടി ഏജ് ലിമിറ്റ് മനസ്സിലാക്കി വെക്കുക. ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ 21 തൊട്ട് 32 വയസ്സ് വരെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ എന്തുണ്ട് അറ്റംപ്റ്റ്സ് എത്ര അറ്റംപ്റ്റ്സ് ആണെന്നും കൂടി ഉണ്ട്, അത് നോക്കുക, ഞാൻ പറയാം. കൂടാതെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 21 to 35 വയസ്സ് വരെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 21 to 37 വയസ്സ് വരെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇനി പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഈ ഒരു കാറ്റഗറി വരുന്ന കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ 21 to 42 വയസ്സ് വരെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടി നോക്കാം. എന്താണ് ഒരു ഡിഗ്രി ആണല്ലേ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് പാസ്സായെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. കൂടാതെ എന്താണ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് ഗ്രാജുവേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ. അതായത് എന്താണ് നിങ്ങൾ ഇപ്പം ഗ്രാജുവേഷന്റെ ഫൈനൽ ഇയർ ആണെന്ന് വെച്ചോ, നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. കൂടാതെ ഫൈനൽ ഇയർ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ ആണ് നിങ്ങൾ ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഏജ് ലിമിറ്റ് പറഞ്ഞു ജനറൽ ആണെങ്കിൽ 21 to 32 വയസ്സ് വരെ എക്സാം എഴുതാന്ന്. പക്ഷെ എന്തുണ്ട് അറ്റംപ്റ്റ്സ് ഉണ്ട്, ലിമിറ്റഡ് ആണ്. ഇത്ര അറ്റംപ്റ്റ്സ് ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിന് ഉള്ളൂ എന്നുള്ളൂ. അത് നോക്കാം, നമുക്ക് എത്ര അറ്റംപ്റ്റ്സ് ആണുള്ളതെന്ന് നോക്കാം. ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 6 അറ്റംപ്റ്റ്സ് ആണുള്ളത്. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 9 അറ്റംപ്റ്റ്സ് ആണുള്ളത്. SC/ST കാൻഡിഡേറ്റ്സിന് എന്താണ് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് അപ് ടു ദ അപ്പർ ഏജ് ലിമിറ്റ്. അതായത് എന്താണ് 21 to 37 വയസ്സ് വരെ എത്ര അറ്റംപ്റ്റ്സ് വേണേലും ഉണ്ട്. 21 വയസ്സിൽ എക്സാം എഴുതാൻ തുടങ്ങി 37 വയസ്സിൽ എക്സാം എഴുതുന്നത് നിർത്തിയാൽ മതി, എന്ത് ചെയ്യാൻ പറ്റും അതിന് മുന്നേ സെലക്ട് ആവുക. അത്രയും എന്തുണ്ട് അറ്റംപ്റ്റ്സ് ഉണ്ട്, അൺലിമിറ്റഡ് ആണ്. അതായത് 6 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 7 അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. 21 വയസ്സ് തൊട്ട് 37 വയസ്സ് വരെ എന്തുണ്ട് അവർക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വരുന്നത്. ഇനി നോക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അതെന്താവാം അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് ഷീറ്റ് ഫ്രം ദ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റോ എന്തെങ്കിലും എന്ത് ചെയ്താൽ മതി നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ.
എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നോട്ട്സോ അല്ലെങ്കിൽ ഗൈഡൻസോ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ നമ്മൾ നോട്ട്സും ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ CSAT-ന്റെയും പൊളിറ്റിയുടെയും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു.